ജോലി കഴിഞ്ഞ് മുടിയും വെട്ടി തിരിച്ച് വീട്ടിൽ വന്നേ ഉള്ളൂ. അപ്പം വർക്കൗട്ടുണ്ട്. അത്യാവശ്യം ലേറ്റായി. ഞാൻ പറയാറുള്ള പോലെ നമ്മൾ ഏറെക്കുറെ 2 ലിറ്റേഴ്സ് കുടിച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ ജിമ്മിലെ കുറച്ച് വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് ലാസ്റ്റ് മീലുകളും കൂടെ കൂട്ടി വെള്ളം കുടിച്ച് കഴിയുമ്പം അറൗണ്ട് 4 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 4.5 ലിറ്റേഴ്സ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കരും ആദ്യം ചിന്തിക്കുന്നത് നമ്മൾ എന്ത് ഡയറ്റ് ഫോളോ ചെയ്യണം, എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡുകൾ നമുക്കിനി അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വർക്കൗട്ട് പ്ലാൻ ചെയ്യണം, ഏതായിരിക്കും ബെസ്റ്റ്. ഏറ്റവും കൂടുതലും ഒരു ബിഗിനിങ് സ്റ്റേജ് ഉള്ളവർക്കായിരിക്കും ഈ കൺഫ്യൂഷൻ ഉള്ളത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആണോ എന്നുള്ളതാണ്. ഡിസിപ്ലിൻഡ് ആണോ എന്നുള്ള രീതിയിൽ പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ടൈമിംഗ് ആണ്. നിങ്ങൾക്ക് കഴിക്കാനുള്ള ടൈമിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക്, ഇപ്പം ഞാൻ സ്കൂളിൽ പോകുന്നവരെ വെച്ച് എക്സാമ്പിൾ പറയാം. സ്കൂളിൽ പോകുന്ന ടൈമിങ്, അപ്പം നിങ്ങൾക്ക് എപ്പോൾ കഴിക്കാൻ പറ്റും, നിങ്ങൾക്ക് എപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റും, ആദ്യം നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എൻ്റയർ ലൈഫ് നമ്മൾ നോക്കിയാൽ, നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചെറുതായിരുന്നപ്പോൾ സ്കൂളിൽ തുടങ്ങിയ ആ ഒരു പ്രായം തൊട്ട് നമ്മളൊരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂൾ ബസ്സിൽ പോകുന്നവരങ്ങനെ, അല്ലാത്ത ബസ്സിൽ കയറി സ്കൂളിൽ ചെല്ലുന്നു. 9 to 3:30 അല്ലെങ്കിൽ 4, അതൊക്കെയാണ് നമ്മുടെ റെഗുലർ ടൈമിങ്. അപ്പം ഈ ടൈമിനിടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സ്കൂളിലോ കോളേജിലോ എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ ഒരു ബ്രേക്ക് കാണും. അതൊരു സ്നാക്ക് ബ്രേക്ക് പോലെ ചെറിയൊരു ബ്രേക്കാണ്. ഓക്കെ, നമ്മളപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു, 11 മണിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു, 12:30 ലഞ്ച് ഉണ്ട്. അന്നേരം നമ്മൾ ലഞ്ച് ബ്രേക്കിന് ലഞ്ച് കഴിക്കും. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് മാത്രം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്, ചിലപ്പം ഇൻ ബിറ്റ്വീൻ ഒരു 4 മണിക്കും 12:30ക്കും ഇടയ്ക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ അതും പോട്ടെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കുന്ന ഫുഡ്, ഒരു സ്നാക്കായിട്ട് തിരിച്ച് വരുമ്പോൾ നല്ല വിശന്നായിരിക്കും വരുന്നത്. അപ്പോൾ അന്നേരം കഴിക്കുന്നൊരു മീലും, പിന്നെ ഫൈനലി നമ്മുടെ ഡിന്നറും. ഇപ്പോൾ ചിലരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ 3 മീലേ കാണുള്ളൂ. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഫോളോ ചെയ്ത് വന്ന പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകാൻ മറന്നെങ്കിൽ നിങ്ങൾ മിക്കതിലും നോട്ട് ചെയ്ത് കാണും. നമ്മൾ സ്ഥിരം ലഞ്ച് കഴിക്കുന്ന ഒരു ടൈം ആകുമ്പം നമുക്ക് വിശക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ രാത്രിത്തെ ആണെങ്കിൽ, നീ അതിൽ ജോലിക്ക് പോകുന്നവരാണെന്ന് ചിന്തിച്ച് നോക്കുക, 12:30 1 മണി ആ ഒരു ടൈം ആകുമ്പോഴേ നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങും. ഇത് നമ്മൾ ഫോളോ ചെയ്ത് വന്നൊരു പാറ്റേണിൻ്റെയാണ്. അതായത് ബോഡി യൂസ് ടു ആണ്. ഇന്ന ടൈമിൽ ഫുഡ് വരും, അത് ദഹിക്കണം, അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോസസ്സ് ബോഡി ചെയ്യണം. ഇതൊക്കെ ബോഡിയുടെ ഒരു ക്ലോക്ക് എന്ന് പറയും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഉറക്കത്തിൻ്റെ കാര്യം. സെയിം ടൈമിൽ എന്നും ഉറങ്ങുന്നവർക്ക് ആ ടൈം ആകുമ്പോൾ തന്നെ ഉറക്കം വരും. അതുപോലെ തന്നെ എണീക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എല്ലാ ദിവസവും 7 മണിക്ക് എണീക്കുന്ന ഒരാളാണ്. ഒരു അവധിക്ക് ഞാൻ തീരുമാനിക്കുക നാളെ കുറേ കൂടെ കിടന്നുറങ്ങാൻ നോക്കിയാലും നമ്മൾ അതുപോലെ ലേറ്റായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ക്ഷീണിച്ച് വന്ന് ഭയങ്കര ടയർഡായിട്ട് കിടക്കുകയോ ചെയ്താൽ മിക്കപ്പോഴും ഒരു കുറച്ചും കൂടെ എക്സ്ട്രാ അവേഴ്സ് സ്ലീപ്പ് കിട്ടിയാൽ പോലും ഈ 7 മണിയാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ഒരു തവണയിലൊന്ന് എണീറ്റ് പോകും. അറ്റ്ലീസ്റ്റ് കണ്ണ് തുറന്നിട്ട് വീണ്ടും ഒന്ന് കിടക്കുന്നൊരു സിറ്റുവേഷനിലും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം റീസൺ എന്ന് പറഞ്ഞാൽ, ബോഡിയെ സംബന്ധിച്ചോളം ബോഡിക്കും നമ്മൾ ഈ പറയുന്ന ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ബോഡിക്കൊരു ക്ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ സെയിം ടൈം എല്ലാ ദിവസവും ഫോളോ ചെയ്യുകയാണെങ്കിൽ ബോഡി ആയിട്ട് അഡാപ്റ്റ് ആകും. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ സ്ലീപ്പ് സെയിം ടൈമിലാണ് കൊടുക്കുന്നതെങ്കിൽ ബോഡി ആ കറക്റ്റ് ടൈം ആകുമ്പോൾ ഒരു ഷട്ട് ഡൗൺ പോലെ ഈ ഒരു സമയമാകുമ്പോൾ ഓഫ് ആകും, ആ ഒരു സമയമാകുമ്പോൾ ഓൺ ആകും. ആ ഒരു രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ഡയറ്റ് വർക്കൗട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെക്കുക ലൈഫിൽ. ഓക്കെ, ഇപ്പം ഞാൻ സ്കൂളിനെ ബേസ് ചെയ്ത് തന്നെ ഒരു പാറ്റേൺ പറയാം. ഞാൻ ഈ പറഞ്ഞ ടൈം പോലെയാണെങ്കിൽ നിങ്ങളൊരു 6 മണിക്ക് എണീക്കുന്നു. 6 മണി തന്നെ പിടിക്കുക. ഓക്കെ, 6 മണിക്ക് എണീക്കുന്നു, അല്ല 7 മണിയാണെങ്കിലും കുഴപ്പമില്ല. 7 മണിക്ക് എണീക്കുന്നു, കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലോ, നിങ്ങൾ സ്കൂളിൽ പോകുന്നു. ഇനി സ്നാക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബൾക്കിങ്ങിലാണെന്നുള്ള എക്സാമ്പിൾ വെക്കാം. അപ്പോൾ ബൾക്കിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൾക്കിംഗ് ഷേക്ക് കൊണ്ടുപോകാം, ചെറിയൊരു ഷേക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ ബനാനയോ അങ്ങനെ എന്തെങ്കിലും സ്നാക്കായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു 11 മണിക്കത്തെ ബ്രേക്കിന് അത് കഴിക്കാം. പിന്നെ ഉച്ചക്കത്തേക്ക് നിങ്ങൾ എന്നാലും ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട്, അത് കഴിക്കാം. വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും 4 മണിക്കത്തെന്ന് പറയുന്നത് നിങ്ങൾ വൈകുന്നേരമാണ് ജിമ്മിൽ പോകുന്നതെന്ന് ഞാൻ അസ്യൂം ചെയ്യുക.
അപ്പോൾ നിങ്ങൾ 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 5 വീട്ടിൽ വരുമെങ്കിൽ അന്നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഒരു 5:30 6 അല്ലെങ്കിൽ 6:30 ആ ഒരു ടൈമിൽ നിങ്ങൾ ജിമ്മിലെത്തി. ഫുഡ് കഴിച്ചിട്ട്, അതായത് പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചിട്ട് നിങ്ങൾ ജിമ്മിലെത്തി. അപ്പോൾ ഇത് കഴിഞ്ഞ് ജിമ്മിലെത്തിയിട്ട് 6:30 7:30 8:30 നമുക്ക് ഏറ്റവും മാക്സിമം 2 മണിക്കൂറെന്ന് പിടിക്കാം. ഓക്കെ, അത്ര ആവശ്യമില്ല എങ്കിൽ ഞാൻ പറയുകയാണ്. ആ ഒരു ടൈമിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമിൽ ഒരു 1-1.5 മണിക്കൂർ വരെ നമുക്കിട്ട് ഒരു 8 മണി വരെ പിടിക്കാം. അപ്പം 8 മണി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. 8:30 പിന്നെ നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിച്ചു, കുളിച്ചു, അങ്ങനത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കിടക്കാനൊരു 9:30 അല്ലെങ്കിൽ 10 ആ ടൈം കൊണ്ട് കിടന്ന് വീണ്ടും ഉറങ്ങി കഴിഞ്ഞാൽ 11 12 തൊട്ട് ഒരു 6 മണി 7 മണി വരെ എന്ന് പറയുമ്പം ഒരു 7+ അവേഴ്സ് ഓഫ് സ്ലീപ്പ് വരുന്നുണ്ട്. 7 അല്ലെങ്കിൽ അതിന് പ്ലസ്സും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അസസ് ചെയ്യുക. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരാണെങ്കിൽ നമുക്ക് എപ്പോൾ ഉറങ്ങാൻ പറ്റും, ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ ഡേ ആയിട്ട് തിരിഞ്ഞു വന്നാൽ നമുക്കതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അസസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര മീൽസാണ് നിങ്ങൾക്ക് പ്രിഫറബിളി പോസിബിൾ എന്ന് നോക്കുക. ഇപ്പോൾ 3500 കാലറി അല്ല 3000 കാലറി കഴിക്കേണ്ട ഒരാൾ, അയാളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അയാൾക്ക് ഒത്തിരി ബ്രേക്കുകൾ കിട്ടുമെന്നുള്ള ഒരാളാണെങ്കിൽ ഒരു 5-6 മീലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ മീലുകളായിട്ട് കഴിക്കുക. ഇനി അതല്ല, അതേസമയം നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് ഒത്തിരി ബ്രേക്കുകളൊന്നും കാണത്തില്ല, ഒരു 3 നേരം കഴിക്കാൻ പറ്റുള്ളെങ്കിൽ ഒരു 1000 കാലറി റേഞ്ചിൽ തന്നെ പിടിച്ച് നിൽക്കുക. എന്ന് പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ 1000, ലഞ്ചാണെങ്കിൽ 1000, തിരിച്ച് വന്നു കഴിയുമ്പോൾ ഒരു 1000. അപ്പോൾ അങ്ങനെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊന്ന് പുഷ് ചെയ്ത് നിർത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇനി പറയുന്ന ഡയറ്റോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പ്ലാനോ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം ഒത്തിരി നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. എന്ന് പറയാൻ നമ്മളിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൊട്ടീൻ ഇല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ നാളെ എപ്പോഴേലും എണീറ്റ് വരുന്നു. ഞാൻ പറയാം, നിങ്ങളിപ്പം താമസിച്ച് കിടന്ന് നാളെ ഒരു അവധി ദിവസമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വെള്ളിയാഴ്ചയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ശനിയാഴ്ച സ്കൂളിൽ തിരിച്ച് ചെല്ലുന്ന സമയം, ഇത് വർക്കിൻ്റെ കേസിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശനി ഞായറും വർക്കിൽ ഓഫാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞായർ ഒരു ദിവസം നിങ്ങൾക്ക് ഓഫ് കാണും. അപ്പോൾ ഓഫുള്ള ദിവസം നിങ്ങൾ തലേ ദിവസം നിങ്ങൾ ലേറ്റായിട്ട് കിടക്കുകയോ എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ എണീക്കാൻ താമസിച്ചു. അപ്പോൾ ഒരു 11:30 12 മണി, ചില 10 മണിക്കാണെന്ന് തന്നെ വിചാരിക്കാം. 10 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമിംഗ് ഓൾറെഡി ഒരു 2-3 മണിക്കൂർ ക്രോസ് ചെയ്തു. അപ്പോൾ നിങ്ങളൊരു 10:30 11 മണിക്കോ കഴിച്ചാൽ പോലും പിന്നെ നിങ്ങളുടെ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടില്ല. അപ്പോൾ അത്രയും ഗ്യാപ്പില്ലാതെ കഴിച്ച് കഴിഞ്ഞാൽ ബോഡിയെ സംബന്ധിച്ചോളം ഡൈജഷന് ചെറിയ പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ പോസിബിളായൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലഞ്ച് കുറച്ചും കൂടെ പുഷ് ചെയ്ത് കുറച്ച് മാറ്റി അങ്ങോട്ട് കഴിക്കുക. അപ്പം ടൈം വീണ്ടും വീണ്ടും എക്സീഡ് ആയി പോകണം. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പിംഗ് ആ ഒരു ടൈമിലോട്ട് എത്തുന്നിടം വരെ ഒത്തിരി ഡിലേ വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്തു, പിറ്റേ ദിവസം ചിലപ്പോൾ നിങ്ങൾ നേരത്തെ എണീറ്റു, അന്നെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു ദിവസം വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടി വന്നു, അപ്പോൾ നിങ്ങൾക്ക് ഫുഡേ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് മുന്നേ അസസ് ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെ ഫുഡുകൾ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റും, എന്താണ് എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ, അന്നേരം കുക്ക് ചെയ്യാതിരിക്കാതെ ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്കുള്ള ഫുഡെല്ലാം എനിക്കുണ്ട്, എവിടെയെങ്കിലും പോകേണ്ടി വന്നാലും ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതൊരു വലിയ ടിപ്പാണ്. ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു സീരീസ് പോലെ ഇത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കുക. ഓക്കെ, ജിമ്മ് തുടങ്ങുകയാണെങ്കിലും ഇനി അതല്ല ഇതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിനെ ഇങ്ങനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതെപ്പോഴും പ്രാക്ടിക്കലി നിങ്ങളെക്കൊണ്ട് പോസിബിൾ ആയിരിക്കത്തില്ല. ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണ ഫംഗ്ഷൻ വല്ലതും വന്നു, ഇപ്പോൾ പുറത്ത് പോകേണ്ട ഒരു സിറ്റുവേഷനാണല്ലോ ഉണ്ട്, ഇപ്പോൾ ദൂരെ എവിടെയെങ്കിലുമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കുക്കിംഗ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ സംബന്ധിച്ചോളം മാക്സിമം നല്ല ഫുഡ്സ് കഴിക്കുക. ഇനി അതല്ല കിട്ടുന്ന എന്തെങ്കിലും ഫുഡേ കഴിക്കാൻ നിവൃത്തിയുള്ളെങ്കിൽ ഒരു അസംഷനിൽ കാലറി ട്രാക്ക് ചെയ്ത് പോവുക. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ഡയറ്റ്, നിങ്ങളുടെ ബോഡിയെ മനസ്സിലാക്കി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ആ ഒരു പോയിന്റിലെത്തുമ്പോഴത്തേക്കും ഞാൻ ഹോസ്റ്റൽ ഡയറ്റിനെ പറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പം വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കിനിയിപ്പം ഇന്ന് ഇച്ചിരി ലേറ്റായി, മുടിയൊക്കെ വെട്ടി തിരിച്ചു വന്നതുകൊണ്ട് ഇത്തിരി ലേറ്റായി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ടൈമിങ് ഞാൻ വെച്ചിരുന്നതിൽ നിന്ന് ഇപ്പോൾ 6:30 ആകുന്നു. 7 മണി ആ ഒരു ടൈമിലാണ്, 6:30 to 7 ഇതായിരുന്നു ഞങ്ങളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ അതെനിക്ക് ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കിന്ന് സ്ലീപ്പ് ടൈമിൽ എനിക്ക് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ജനറലി ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രീ വർക്കൗട്ട് മീൽ ഒരു ഹെവി മീലാണ് കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോവുള്ളൂ. ഇച്ചിരി
ഡൈജഷന് വേണ്ടി ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതാണ്. അതിന് പകരം ഞാൻ ഇപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിനി ഒത്തിരി ടൈമില്ല, അരമണിക്കൂർ അത്ര അടുത്തേ ഉള്ളൂ, പക്ഷേ എനിക്ക് മാക്സിമം അതിന് മുന്നേ തന്നെ 7 മണിക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു ഡൈജസ്റ്റ് എന്തെങ്കിലും ഒരു കാർബ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് സോഴ്സ്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ സബർജില്ലി പോലെ ഇവിടെ പെയറെന്ന് പറഞ്ഞിരുന്നുണ്ട്, ആപ്പിളിൻ്റെ വേറൊരിതാണ്. അപ്പം കമ്പയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നാട്ടിലെ സബർജില്ലിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കഴിക്കും. ഇത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ മെഷർ ചെയ്തിട്ട് അത് ഞാൻ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യും. അതുപോലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ കട്ടിങ്ങിലാണെന്നറിയാം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കട്ടിങ് ഫേസിലാണ്, കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതെൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷനാണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, ബിക്കോസ് ഞാനിത് മുന്നേ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കുള്ള നോളജിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കോമ്പറ്റീഷൻ ഡേയിൽ അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബ് സോഴ്സ്. ഫ്രൂട്ട് സോഴ്സ് ഇപ്പോൾ ഒരെണ്ണം എടുക്കും. ഇപ്പം 2800 കാലറി ആയിട്ടുണ്ട്. 3000 കാലറിയിലായിരുന്നു ഇപ്പോൾ കുറേ നാൾ, ഇപ്പോൾ 2800 കാലറി ആക്കി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കും. 170. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഇന്ന് ലെഗും ആബ്സുമാണ് ഇന്ന്. അപ്പോൾ നമുക്കിനി ജിമ്മിൽ കാണാം. ഈ വർക്കൗട്ടിൻ്റെ പിന്നിലുള്ള ഐഡിയ എന്ന് പറയുന്നത് തന്നെ ജസ്റ്റ് ആപ്സ് മാത്രം വർക്കാവുന്നുള്ളതല്ല, തൈസിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ, അതായത് ഏറ്റവും ടോപ്പിൽ നമ്മൾ വയറിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ സ്ട്രയേഷൻ ഉണ്ടല്ലോ, ആ ഒരു വര പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അതും കൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ടോട്ടൽ 100 റെപ്പറ്റീഷനാണ്. ആദ്യം ഒരു ചെറിയ വെയിറ്റ് ഇട്ട് 30 റെപ്പറ്റീഷൻ, പിന്നെ ഒരു വെയിറ്റ് ഇട്ട് 25 റെപ്പറ്റീഷൻ, അങ്ങനെ കുറഞ്ഞ് 15, അതായത് 30, 25, 20, 15 10, അങ്ങനെ 5 സെറ്റാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 100 റെപ്പറ്റീഷൻ ആവും. ഞാൻ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയേ. ഫുഡുകളൊക്കെ ഇപ്പോഴേ പറഞ്ഞു, വലിയൊരു അവസരം കിട്ടില്ല. ചിക്കൻ മാറ്റമില്ലല്ലോ, പ്രശ്നം മാത്രമേ ഉള്ളൂ. ചിക്കൻ മാറ്റിട്ട് ബീഫ് ഇടാനാണ്.
നിങ്ങൾ ചോദിച്ചാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കും. വേണ്ട വേണ്ട ബീഫ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ Last one. Leave. Up. 1, 2, 3. Well done. Right. Was it? Well done. I'm ready there. വാങ്ങോട്ടെ എൻ്റെ വെയിറ്റ് ചാടകേറല്ലേ നോക്കി ഓട്ടെ വാ അയ്യോ ഇത് ശരിയാകുന്നില്ല നിങ്ങൾ കൂടുതൽ കഴിക്കണം. Don't expect me to carry you like that. I don't think you did. I don't think you did. I can see that my work is like. What is it? Donkey cat. Having you with Not too bad. Not too bad. So they're going to come up to there and ask for a PT. She's been ആര് കത്തി എന്നോടൊപ്പം വണ്ടി തിരിയുന്നത്. But yeah, no, it's good. It's good. Doing away. So I was at 6 a.m. this morning. 6 to 10. Then 6 to 10 and yeah, 10. then a couple of clients, and then back home. What shit? I know. And then back in. So I went home, had an hour's nap with my lunch. Then went and picked Sally up. Played with him for a couple of hours. His granddad came and took over. Came back down here for Andrea and you. So and then I'm gonna go home and eat. So I'm a motherfucker. Right. Ready? We're gonna go eat.